നിന്റെ അന്നത്തെ കൊണച്ച മെസ്സേജ് കണ്ടിട്ട് വാശിക്ക് കയറുന്ന ഞാൻ. എന്തോന്ന് കൊണച്ച മെസ്സേജ്? നീ എന്നാ അയച്ചില്ലേ ഇങ്ങോട്ടൊന്നും വരേണ്ട, അവിടെ തന്നെ എന്നാ മതി, ഇവിടെ വന്നിട്ട് എന്ന് പെണ്ണിട്ടാനാന്നൊക്കെ. അങ്ങനെ ഒറ്റയ്ക്ക് പെണ്ണിട്ട് സൂചിച്ചുണ്ടാന്ന് എഴുതിയിട്ട് ഞാൻ കിട്ടിയ ഫ്ലൈറ്റിന് കയറി പോകുന്നതാണ് ഞാൻ. നീ ആ ദേഷ്യത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നിനക്കതൊരു കൊണച്ച മെസ്സേജ് ആയിട്ടേ തോന്നും. പിന്നെ എടാ ക്നാപ്പാ, അതൊരു സമാധാനത്തിലൊക്കെ വായിക്കണമായിരുന്നു. എങ്ങനെ സമാധാനത്തിൽ? നീ ഇങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ നിന്നാ മതി. ഇവിടെ വന്നിട്ട് എന്ന് പെണ്ണ് കിട്ടാനാ? ഞാൻ തന്നെ കണ്ണി കണ്ട പെരയിന്ന് പെണ്ണ് കാണാൻ പോയിട്ട് അവിടുന്ന് ആ ടാങ്ക് കലക്കിയ മഞ്ഞ കളർ വെള്ളല്ലേ അത് കുടിച്ചിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാതെ ഷുഗർ 210 അനക്കും കൂടി ഷുഗർ വരണ്ടാന്ന് എഴുതിച്ച് അവിടെ പുല്ല ഇങ്ങോട്ട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞു. അപ്പത്തിനും ഈ അസർപ്പിന്റെ വാക്കും കേട്ടിട്ട് പെട്ടിയും കടക്കി എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. അസർപ്പിന് കണ്ണി കണ്ട പെരയിന്നൊക്കെ പെണ്ണ് കാണാൻ പോയിട്ട് കട്ടൻ ചായ മിച്ചറും കുടിച്ചിങ്ങനെ ഇരുന്നാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ അവന്റെ വാപ്പ നോക്കും. നമ്മളെ ചിലവൊക്കെ ആര് നോക്കാനാ? ഞാൻ തന്നെ മഹറിനിലെ പൈസയും അഥവാ പെണ്ണ് ശരിയാവാണെങ്കിൽ അവൾക്ക് കൊടുക്കാൻ ഐഫോണിന്റെ പൈസയും ഇതേപോലെ ചീര വിറ്റു ചിട്ടി പിടിച്ചുണ്ടാക്കിയതാണ്. ഇന്ന് ഞാനൊരു കാര്യം പറഞ്ഞാൽ ചൂടാവരുത്. ഈ വെയിലത്ത് ഇനി എന്തോന്ന് ചൂടാവാൻ? എനിക്കൊരു അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. നല്ല കുട്ടിയാണെന്നാ ബ്രോക്കർ പറഞ്ഞു. ആദ്യം നീ പോയി ഒന്ന് കാണും. ഓ, എനിക്ക് വേണ്ടിട്ട് നീ വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട. എടാ പുല്ല, ത്യാഗമൊന്നല്ല, അണക്കല്ലേ ഏജ് ഓവറായി വരുന്നത്. നീ ആദ്യം പെണ്ണിട്ട് എന്നിട്ട് എന്നെ കൂടി കെട്ടിക്ക്. ബ്രോക്കർ ഫീസ് ഞാൻ എങ്ങനെയും പണിയെടുത്തിട്ട് അയച്ചുതരാം. ഞാൻ അല്ലാതെ പിന്നെ ആര്?